രുചിക്കൂടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വെറൈറ്റി കറിയാണ് വെക്കുന്നത്. ചീര മോരുകറി. ചീര മോരുകറി വെക്കാൻ പോവാണ്. അതിന് ഞാൻ അരലിറ്റർ തൈര് എടുത്തിട്ടുണ്ട്. 3-4 തണ്ട് ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇച്ചിരി തേങ്ങ, 2 പച്ചമുളക്, ആവശ്യത്തിന് കരിയാപ്പില, 3-4 വെളുത്തുള്ളി, 1 കഷ്ണം ചുവന്നുള്ളി, ഇത്രയും ഇഞ്ചി. ഇത് കടുക് വറുക്കാനാണ്. ഇതെല്ലാം കൂടിയിട്ട് പിന്നെ ഇതിനാവശ്യത്തിന് അരയ്ക്കാൻ ചേർക്കാനുള്ള തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൊടുത്ത് നല്ല ജീരകം ഇടുക. ഈ തേങ്ങ അരയ്ക്കാനാണ് ഈ നല്ല ജീരകം. കുറച്ച് നല്ല ജീരകം ഇടുവാണ്. ഇനി ഇതിനകത്ത് ചുവന്ന മുളക് പൊടി ഇച്ചിരി കൂടെ ഇട്ട് ഇതെല്ലാം കൂടെയാണ് അരയ്ക്കുന്നത്. ഇനി ഞാനിത് കാണിക്കാം. ഇതെല്ലാം കടുക് വറുത്ത് കാണിക്കാമേ. കടുക് വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണേ. ഇട്ടെ വെള്ളിയുടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുവാണേ. ഇഞ്ചി ഇടുവാണേ. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ടൊന്ന് നോക്കാം. മുളക് പൊടിനകത്ത് ഇടുവാണേ. അരിഞ്ഞ് വെച്ചിരിക്കുന്നത് കിടന്ന് മൂക്കട്ടെ. ഇനി കരിയാപ്പിലയുടെ ഇതിനകത്ത് കൊടുത്ത് ഇടുവാണേ. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തോട്ട് ഇനി ചീര ഇടണം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചീര ഇട്ട് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. നല്ലപോലെ മൂക്കട്ടെ. മൂത്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ ചീരയാണ് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന ചീര ഇടാനകത്തിട്ടില്ല. ചീര ഇട്ട് ഇളക്കി അതിനകത്ത് ഇടുവാണ്. ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കണം. ഇതിനകത്തൊടിഞ്ഞ് ശകലം വെള്ളം കൂടി ഒഴിക്കുവാണ്. വെള്ളം കൂടി ഒഴിച്ചാൽ ഇതൊന്ന് വേവണം. അടച്ച് വെച്ച് വേവിക്കാനേ. ശകലം ഒരു അരപ്പാത്രം, ഒരു 1/2 ഗ്ലാസ് വെള്ളം. ചീര വേവാനും മാത്രം മതി. ചീര എളുപ്പം വേവുന്നതാണ് നല്ലത്. എനിക്ക് വെള്ളം ഒഴിക്കേണ്ട. പക്ഷേ ഇതിപ്പം ഇങ്ങനെ മോര് കറി പോലെ ആയതുകൊണ്ട് പക്ഷേ വെള്ളം കൂടി ഒഴിച്ചാൽ ഒന്ന് വേവിക്കുകയാണേ. ഒന്ന് വേവട്ടെ. ശകലം തേങ്ങ ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ തേങ്ങയും ജീരകവും കൂടി ഇതിനകത്ത് ഇട്ട് അരയ്ക്കാൻ പോവാണേ. അതിൻ്റെ കൂടി ശകലം മുളക് പൊടി കൂടി ചേർക്കും. ഒത്തിരി ചേർക്കത്തില്ല. ശകലം പച്ചമുളക് 2 അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് ഇച്ചിരി എരിയൊക്കെ ഉള്ള പച്ചമുളക്, അതുകൊണ്ട് മുളക് പൊടി ഇടുക മതി അരയ്ക്കാൻ. ഇനി അരച്ച തേങ്ങയും ജീരകവും ഇച്ചിരി മുളക് പൊടി അരച്ചത് ചേർക്കുവാണേ. ഒന്ന് വേവട്ടെ. അതിനകത്തിലോട്ട് കിടന്ന് ഇനി ഇതിനകത്തിലോട്ട് തൈര് അങ്ങോട്ട് ചേർക്കാൻ പോവാണേ. തൈര് ഒഴിച്ചോ ഒത്തിരി നേരം ഒന്നും ഇതാവണ്ട. ചൂടായാൽ മതി. തൈര് ഒഴിച്ച് ഇളക്കരുത്. തൈര് ഒഴിച്ചാൽ ചൂടാക്കി എടുക്കാവും. ചൂടായിരിക്കുന്നില്ല. ഇത് ഇവിടെ തിളച്ച് ഒന്ന് വെന്തതാണ്. ഇത് കണ്ടോ, ചീരയൊക്കെ നല്ലപോലെ വെന്തു, അരപ്പും വെന്തു. തൈര് ഒഴിക്കാൻ പോകണം. അതുകൊണ്ട് ഉടച്ച് വെച്ചിരിക്കുകയാണ് തൈര്. ചെറിയ ചൂടോടിങ്ങ് എടുത്ത് വാങ്ങി വെച്ചാൽ മതി. ഇനി അതിലൊന്നും ചെയ്യണ്ട. അങ്ങനെ ചീര മോര് കറി റെഡിയായി. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റുള്ളൊരു കൂട്ടാനാണിത്. ചീര, ചുമന്ന ചീര മോര് കറി ഒന്ന് ചെയ്ത് നോക്കണേ. ചീര മോര് കറി ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഏറ്റവും നല്ല നമുക്ക് ഉച്ചക്കലത്തെ ചോറിന് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഏറ്റവും നല്ല സൂപ്പർ കറിയാണ്. നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക.